ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള റിച്ച് പ്രോട്ടീൻ ദോശയാണ് കാണിക്കുന്നത്. ഇത് വെയിറ്റ് ലോസിനും ഷുഗർ കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഉണ്ടാക്കി കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അത് 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് എടുത്തിരിക്കുന്നതാണ്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 8-10 ചുവന്നുള്ളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം കൂടി പോകരുത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടായ ദോശ തവയിലേക്ക് ഒഴിച്ച് ആ നിമിഷം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇത് വച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ അങ്ങ് ചുട്ടെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ നമുക്കിഷ്ടമുള്ളത് ഏതെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസേന ഇത് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി മാവും ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ചുവന്നുള്ളി ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് ചുമന്ന് നല്ല വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ദോശയ്ക്ക് ഈ ഒരു ചട്നി നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഈ ഒരു ചമ്മന്തി ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ദോശ നല്ലതുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.